ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലോട്ട് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് എൻ്റെ കമ്പനിയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ എന്തിനെ കുറിച്ചാണ്, ഏത് സബ്ജക്റ്റിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. അതെ, നമ്മുടെ ധ്യാൻ ശ്രീനിവാസനെ, നമ്മുടെ സിനിമാ നടൻ ശ്രീനിവാസന്റെ മകനായ ധ്യാൻ ശ്രീനിവാസനെ കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ സംസാരിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ഷോക്കിടെ, അതായത് ഒരു പരിപാടിക്കിടെ അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹത്തിന്റെ സംസാര ശൈലി നോക്കിയാലും അദ്ദേഹത്തിന്റെ ആറ്റിറ്റ്യൂഡ് നോക്കിയാലും മറ്റുള്ളവരെ ചിരിച്ച് കയ്യിലെടുക്കുന്ന ഒരു സ്വഭാവക്കാരനായിട്ടാവും. എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു നടനുമാണ്. അതുപോലെ തന്നെ ധ്യാൻ ശ്രീനിവാസൻ എന്ന വ്യക്തി പറയുന്ന കോമഡി ഒക്കെ മറ്റുള്ളവരെ വേദനിപ്പിക്കാത്ത തരത്തിലുള്ള ആണെന്ന് എനിക്ക് മനസ്സിലായത് അതാട്ടോ. കാരണം ഇതുവരെ മറ്റുള്ളവരുടെ മനസ്സ് വേദനിപ്പിച്ച തരത്തില് ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പൊ ഇവിടെ ഒരു ഷോയ്ക്കിടെ നമ്മുടെ ദിലീപേട്ടനും നവ്യ നായരും ഉൾപ്പെടെ എല്ലാവരും ഉണ്ടായിരുന്നൊരു ഷോയില് ധ്യാൻ ശ്രീനിവാസൻ ഇങ്ങനെ പറഞ്ഞത് മൂലം ഒരുപാട് ന്യൂസ് പുറത്തേക്ക് പോയിട്ടുണ്ട്. അതായത് നമ്മുടെ തമിഴ്നാട് CM വിജയ്ക്ക് എതിരായിട്ട് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇതിന്റെ ക്ലിപ്പ് ഞാനൊന്ന് കാണിച്ചു കേട്ടോ, നമുക്ക് എല്ലാവർക്കും ഒന്ന് കണ്ടുനോക്കാം. ലാസ്റ്റ് വീണ്ടും നവ്യയിലേക്ക് പറയുമ്പോൾ ദൈവം ചില ആഗ്രഹങ്ങൾ അവസാനത്തേക്ക് ചിലപ്പോൾ മാറ്റിവെക്കുന്നു പറഞ്ഞ പോലെ നവ്യ എനിക്ക് തോന്നുന്നു, ഞാൻ ഏതോ എൻ്റെ ഇന്റർവ്യൂ ജീവിതം തുടങ്ങിയ കാലം മുഴുവൻ തുടങ്ങുന്നത് ആ ഒരു ഇതിലാണ്, നവ്യയോടുള്ള ഇഷ്ടം പറഞ്ഞുകൊണ്ട്. അങ്ങനെ എനിക്ക് തോന്നുന്നു അതിനുശേഷം നവ്യ കല്യാണം കഴിച്ചു. നവ്യക്ക് ഇപ്പോൾ കല്യാണം കഴിക്കാനുള്ള മകനായി എന്നിട്ടാണ് ഞങ്ങൾ അവസാനം ഒരുമിക്കുന്നത്. എന്നാൽ പോലും ഞാൻ പറയുന്നു, ഞാൻ CM ആയി സത്യപ്രതിജ്ഞ ചെയ്യുന്ന ദിവസം സാരി എടുത്ത് ആ ഫ്രണ്ട് റോയിൽ കണ്ണു നിറഞ്ഞുകൊണ്ട് ഹസ്ബൻഡ് ഉണ്ടാവും. അമ്മയുടെ പ്രസിഡന്റ് ആവുമ്പോഴല്ല, CM അമ്മ വന്നാൽ മതി. കണ്ണു നനച്ചുകൊണ്ട് നവ്യ ഉണ്ടാവും എന്നുള്ള എല്ലാ പ്രതീക്ഷയോടെ ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. എനിക്കിതിൽ പറയാനുള്ളത്, ധ്യാൻ ശ്രീനിവാസൻ എന്ന ഒരു നടൻ നമ്മുടെ തമിഴ് നടനായ, അതായത് തമിഴ് CM ആയ വിജയെ ഒരു തരത്തിലും മോശമായിട്ട് ഇവിടെ പറഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത് അദ്ദേഹം ഒരു തമാശ രൂപത്തിൽ പറഞ്ഞതാണ്. അതങ്ങനെ മനസ്സിലാക്കിയാൽ മതി. മറ്റുള്ളവരെ അതായത് ഇതിലൊരിക്കലും ഈ ഒരു സംഭാഷണത്തിൽ നമ്മുടെ സിനിമാ നടൻ വിജയെ മോശമായിട്ട് ചിത്രീകരിക്കുന്ന ഒരു തരത്തിലുള്ള വാക്കുകളും ഇവിടെ വന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ഞാൻ എന്റെ അഭിപ്രായമാണ്. പലരും തമിഴ് നടന്മാരായാലും ശരി, പ്രമുഖ നടന്മാർ നമ്മുടെ മലയാളികളായ ഒരുപാട് നടന്മാരെ കുറ്റം പറഞ്ഞിട്ടുണ്ട്, അഭിനന്ദിച്ച വീഡിയോസും കാണുന്നുണ്ട്. അതേപോലെ തന്നെ പരസ്യമായിട്ട് അപമാനിച്ച വീഡിയോസും സോഷ്യൽ മീഡിയയിലുണ്ട്. അപ്പൊ അതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ധ്യാൻ ശ്രീനിവാസൻ എന്ന വ്യക്തി ഒരിക്കലും മറ്റുള്ള ഒരാളെ വേദനിപ്പിക്കുന്ന തരത്തിൽ ഒന്നും ചെയ്തിട്ടില്ല. ഓക്കെ, പക്ഷെ അത് മറ്റുള്ളവരുടെ കണ്ണിലാണ് കുഴപ്പം. അവിടെ ദിലീപേട്ടനുണ്ട്, നവ്യ ചേച്ചി ഉണ്ട്. കാരണം അവരൊക്കെ എൻജോയ് ചെയ്യാണ്. ധ്യാൻ ശ്രീനിവാസൻ എന്ന വ്യക്തി ഒരു നടൻ പറയുന്നത് കേട്ട് അവർ എൻജോയ് ചെയ്യാണ്. അവരത് ഇഷ്ടപ്പെട്ട് ചിരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഒന്നല്ലെങ്കിൽ അവര് അത് ഇഷ്ടപ്പെടാതിരിക്കുക, അല്ലെങ്കിൽ അവരുടെ മുഖത്ത് എന്തെങ്കിലും ചേഞ്ച് വരികയൊക്കെ ആണെങ്കിൽ നമുക്കത് ഓക്കെ, ഈ ധ്യാൻ ശ്രീനിവാസൻ എന്ത് ഇങ്ങനെയൊക്കെ പറയുന്നത് വിചാരിച്ച് നമുക്ക് പറയാം. പക്ഷെ ഇത് ഒരു തമാശ രൂപത്തിൽ പറഞ്ഞ കാര്യം ഇത്രയും ഇതാവേണ്ട വിഷയം ഇവിടെ വരുന്നില്ല എന്നാണ് കേട്ടോ എന്റെ. പിന്നെ ഇവിടെ പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ല. ധ്യാൻ ഒരു CM ആവുകയാണെങ്കിൽ അവിടെ തൃശ്ശിയുടെ സ്ഥാനത്ത് നവ്യ നായർ വരണം എന്ന് പറയുന്നു. അത് ഒരിക്കലും സംഭവിക്കാൻ പോകുന്ന കാര്യമല്ല. നമുക്ക് എല്ലാവർക്കും അറിയാം ശ്രീനിവാസൻ സാർ എങ്ങനെയായിരുന്നു. ശ്രീനിവാസൻ സാറ് അദ്ദേഹം ഒരു നല്ല നടനും, നല്ലൊരു സംവിധായകനും, നല്ലൊരു എഴുത്തുകാരനും എല്ലാതുമാണ്. പിന്നെ അതുപോലെ തന്നെ ഏതൊരു വേദിയിൽ പോയാലും മറ്റുള്ളവരെ പറഞ്ഞു ചിരിപ്പിക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അത് ഏതൊരു വേദി പോയാലും ആ ജനങ്ങളെ കയ്യിലെടുക്കുന്ന ഒരു മനുഷ്യനായിരുന്നു ശ്രീനിവാസൻ സാർ. അതുപോലെ തന്നെ ധ്യാൻ ശ്രീനിവാസനാണ് അച്ഛന്റെ തനി പകർപ്പ് കിട്ടിയിട്ടുള്ളത്. കാരണം വിനീത് ശ്രീനിവാസൻ എന്ന വ്യക്തി തീർച്ചയായിട്ടും സംഗീത മേഖലയും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോകുന്നതാണ്. പക്ഷെ ധ്യാൻ ശ്രീനിവാസൻ എന്ന വ്യക്തി ഒരു കോമഡി ഒക്കെ പറഞ്ഞ് ത്രില്ലൊക്കെ അടിച്ച് എൻജോയ് ചെയ്യുന്ന ഒരു ലൈഫാണ് കൂടി കാണിച്ചു കേട്ടോ. അടുത്തതായിട്ട് എടുത്തു പറയുന്ന ഒരാള് എന്ന് പറയുന്നത് എന്റെ മെന്ററും എന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രിയപ്പെട്ട എന്റെ സുഹൃത്ത്, എന്റെ പാർട്ട്ണർ, എന്റെ വഴികാട്ടി, നിങ്ങൾ തന്നെ ഇപ്പോഴത്തെ പവർ ഗ്രൂപ്പിന്റെ തലവനുമായ ശ്രീ അജു വർഗീസ്. ഒരുപാട് കാര്യങ്ങൾ പറയണം. അതിൽ പ്രധാനമായിട്ടുള്ള കാര്യം,
ഞാൻ കഴിഞ്ഞ ഒരു 2 മാസം പിന്നീടായിട്ട് സിനിമ കുറച്ച് കുറയ്ക്കുകയും സ്റ്റേജ് ഷോയിലാണ് ഫോക്കസ് ചെയ്യുന്നത്. സ്റ്റേജ് ഷോ, പരസ്യം, അങ്ങനെയുള്ള പരിപാടികൾ. അങ്ങനെ സ്റ്റേജ് ഷോയിൽ വേണ്ടിയിട്ട് ഞാൻ ഓസ്ട്രേലിയയിലിരിക്കെ എനിക്കൊരു ഫോൺ കോൾ വരുന്നു. അതിന് മുന്നേ ഇടയ്ക്ക് എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറയാറുണ്ടായിരുന്നു. എന്നോട് പറഞ്ഞു വിജയ്, തമിഴ്നാടൻ വിജയ് CM ആയപ്പോൾ ഞാൻ തീരുമാനിച്ചു അടുത്തൊരു 15 വർഷത്തേക്ക് CM ആവാന്നുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ്. എന്നെ വിളിച്ച് പറയുന്നത്, നീ ആദ്യം CM ആവണ്ട, അതിന് മുന്നേ ഇതൊക്കെ പറഞ്ഞതല്ലേ, നീ CM ആവണ്ട, അതിന് മുന്നേ അതിന് ഒരു ബേബി സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ ആദ്യം അമ്മയുടെ പ്രസിഡന്റ് ആവാം. നമുക്ക് അമ്മയുടെ പ്രസിഡന്റ് ആയതിനു ശേഷം നമുക്ക് 15 വർഷത്തിനുള്ളിൽ നമുക്ക് ചാരിറ്റി ഒക്കെ ചെയ്യണം. ആൾക്കാരെ പറ്റിക്കാൻ, കണ്ണിൽ പൊടിയാൻ ചാരിറ്റി ഒക്കെ ചെയ്ത് വിജയ് ചെയ്ത പോലെ. എന്നിട്ട് നമുക്ക് പതിയെ CM ആവാം. ആദ്യം അമ്മയുടെ പ്രസിഡന്റ് ആയതിനു ശേഷം CM ആവാം. ഓക്കെ, ഇതില് തമാശക്ക് പറഞ്ഞതാണ്. പക്ഷെ ഈ ഒരു കാര്യം നമുക്ക് വിട്ടുകൊടുക്കാൻ പറ്റില്ല കേട്ടോ. ഇത് ചെയ്തിട്ടാണ് നമ്മുടെ തമിഴ്നാട് CM വിജയ് മുഖ്യമന്ത്രി ആയത്. ഈ അഭിപ്രായത്തോട് ഞാൻ ഒരിക്കലും യോജിച്ചു പോവില്ല കേട്ടോ. കാരണം ഒരുപാട് സിനിമാ നടന്മാരുണ്ട്, ഒരുപാട് വ്യക്തികളുണ്ട്, ഒരുപാട് ഹൈ ലെവലിൽ നിൽക്കുന്ന വ്യക്തികൾ വരെ ഉണ്ട്. അതായത് പൈസയ്ക്ക് വേണ്ടി മാത്രമാണ് ഇത്രയും കാലം മുഖ്യമന്ത്രിയായിട്ടും മറ്റുള്ള പൊസിഷനായിട്ടൊക്കെ നിന്ന വ്യക്തികൾ. പക്ഷെ ഈ വിജയ് എന്നൊരു നടൻ നിലയിൽ മാത്രമല്ല, അദ്ദേഹത്തിന് ഒരു മനുഷ്യത്വം ഉണ്ട്. ആ മനുഷ്യത്വം ഉള്ളവർക്ക് തന്നെയുള്ളൂ പ്രവർത്തിക്കാൻ കഴിയുക. അതിൽ ഒരിക്കലും ചാരിറ്റി ആയിട്ടോ മറ്റുള്ളതായിട്ടോ കണക്കാക്കാൻ കഴിയും. പിന്നെ ഒരുപാട് ആൾക്കാരുണ്ട് ഓരോ പ്രവർത്തികൾ ചെയ്തിട്ട് മറ്റുള്ളവരെ ബോധിപ്പിച്ച് വീഡിയോസ് ഒക്കെ ചെയ്ത് ചാരിറ്റി പ്രവർത്തനങ്ങൾ നടക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ട്. പക്ഷെ നമ്മുടെ വിജയ് അണ്ണന് അങ്ങനെ പറയാൻ പാടില്ല. കാരണം അദ്ദേഹം മനുഷ്യത്തുള്ളൊരു മനുഷ്യനാണ്. നമുക്ക് ഈ ലോകത്തുള്ള എല്ലാ ജനങ്ങൾക്കും അറിയാം. കാരണം ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹത്തിനെക്കാട്ടിലും ഒരുപാട് പൈസ ഉള്ള ആൾക്കാരും ഒരുപാട് വ്യക്തികളുണ്ട്. പക്ഷെ അവർക്ക് ആർക്കും തോന്നാത്ത ഒരു കാര്യമാണ് ഈ ഒരു വിജയ്, തമിഴ്നാട് CM വിജയ്ക്ക് തോന്നുന്നുള്ളത്. അതായത് അദ്ദേഹം ചെയ്ത ഒരുപാട് കാര്യങ്ങൾ, ഇതൊക്കെ അദ്ദേഹം ചെയ്ത കാര്യങ്ങളാണ്. അതൊക്കെ ആലോചിക്കുമ്പോൾ എനിക്ക് അദ്ദേഹത്തിന് കൂടുതൽ നടനിലുപരി ഒരു മനുഷ്യത്വമാണ്, ഒരു മനുഷ്യൻ എന്ന ഒരു പോലെയാണ് ഇയാളെ നമ്മൾ സ്നേഹിക്കുന്നത്. കാരണം ജനങ്ങൾക്ക് വേണ്ടി, അതായത് തമിഴ്നാട്ടിലെ എല്ലാ ജനങ്ങൾക്കും വേണ്ടി ഒരുപോലെ പ്രവർത്തിക്കുന്ന ഒരാളാണ് വിജയ്. നമുക്ക് മനസ്സിലാവും സ്കൂൾ കുട്ടികൾക്ക് ഉണ്ടായ ഈ ഒരു ഇത്. അതുപോലെ തന്നെ ഒരുപാട് കേസുകൾ ഇപ്പൊ വിജയ് കൊണ്ടുവന്നിട്ടുണ്ട്. അതൊക്കെ കാണുമ്പോൾ നമുക്ക് അഭിമാനമാണ് നമുക്ക്. പിന്നെ ഇവിടെ ഞാൻ പറഞ്ഞു, ഇവിടെ ധ്യാൻ ശ്രീനിവാസൻ നവ്യയോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് ഓക്കെ, നമുക്കൊരു കോമഡി ആയിട്ട് കാണാം, അതവിടെ ഫ്രണ്ട്ഷിപ്പിന്റെ പുറത്തായിട്ട് കാണാം. ഇതും ഒരു തമാശക്കായിട്ട് പറഞ്ഞതായിരിക്കാം. പക്ഷെ ഈ അഭിപ്രായത്തോട് ഞാനും വിജയ് സാറിന്റെ കൂടെയാണ് കേട്ടോ. കാരണം വേറൊന്നുമല്ല, ചാരിറ്റി ഇങ്ങനെ പറയുന്നത് ഒട്ടും ശരിയല്ല കേട്ടോ. കാരണം വിജയ് സാറ് അങ്ങനെയുള്ള ഒരു മനുഷ്യനല്ല. എനിക്കും അറിയാം, ഇവിടെയുള്ള എല്ലാ ജനങ്ങൾക്കും അറിയാം. കാരണം പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച് അത്രയും കഷ്ടപ്പെട്ട് വന്നതാണ് അദ്ദേഹം ഇപ്പൊ ഈ വന്നതിൽ തന്നെ ഒരുപാട് ഗുണങ്ങൾ ഉണ്ടായിട്ടുള്ളൂ ജനങ്ങൾക്ക്. തമിഴ്നാട്ടിലുള്ള ജനങ്ങൾക്ക് ഒരുപാട് ഗുണങ്ങൾ ഉണ്ടായിട്ടുള്ളൂ. അവർ വന്നിട്ട് ഇപ്പൊ ഒരു ഹോസ്പിറ്റൽ വീഡിയോസ് ഒക്കെ ഉണ്ട്. ആ ഹോസ്പിറ്റലിൽ നേരിട്ട് പോയി വിജയ് സാർ കാണിച്ച എല്ലാതും നമ്മൾ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ കണ്ടതാണ്. അപ്പൊ ഇത് കാണുമ്പോൾ നമുക്ക് ഈ സാറിനോട് കൂടുതൽ ഒരു ഇഷ്ടം തോന്നുക. ഞാൻ പറഞ്ഞല്ലോ, മനുഷ്യത്വം എന്ന് പറഞ്ഞത് മനുഷ്യന്മാർക്ക് ഒരിക്കലും ഇല്ലാതെ പ്രകടിപ്പിക്കാൻ കഴിയില്ല. അത് മനസ്സിലുണ്ടെങ്കിൽ തന്നെയുള്ള ഒരു മനുഷ്യത്വം പ്രകടിപ്പിക്കാൻ കഴിയുള്ളൂ കേട്ടോ. തീർച്ചയായിട്ടും ഈ ഒരു അഭിപ്രായത്തിൽ ഞാൻ വിജയ് സാറിന്റെ കൂടെ തന്നെയാണ്. തമാശക്കാണെങ്കിൽ പോലും ഈ ഒരു അഭിപ്രായത്തോട് ഞാൻ യോജിക്കുന്നില്ല കേട്ടോ. കാരണം വിജയ് സാർ എന്താണെന്നോ എങ്ങനെയാണെന്നോ എല്ലാ ജനങ്ങൾക്കും അറിയാം. കാരണം അദ്ദേഹം വെറുതെ ചാരിറ്റി ചെയ്തിട്ടല്ല വന്നതെന്ന് എല്ലാവർക്കും അറിയാം. അപ്പൊ ഗൈസ്, ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് ചിലപ്പം എൻ്റെ അഭിപ്രായത്തോട് ചിലവർക്ക് ഇഷ്ടപ്പെടാം, അല്ലെങ്കിൽ ഇഷ്ടപ്പെടാതിരിക്കാം. അത് നിങ്ങളുടെ കാര്യം. ഗൈസ്, ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞിട്ടുള്ളൂ. അതായത് ധ്യാൻ ശ്രീനിവാസൻ എന്ന വ്യക്തി നവ്യ നായരെയും ദിലീപേട്ടനെ കുറിച്ചൊക്കെ പറഞ്ഞത് അതൊരു ഫ്രണ്ട്ഷിപ്പിന്റെ ഭാഗത്തൊക്കെ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതിലൊന്നും കുഴപ്പമില്ല. അതുപോലെ ഞാൻ നവ്യ തൃശ്ശയുടെ പോലെ സാരി എടുത്ത് വരണം എന്നൊക്കെ പറയുമ്പോൾ അത് വലിയ കുഴപ്പമില്ല. അതൊരു തമാശ രൂപേണയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ രണ്ടാമത് പറയുന്ന ഈ ഒരു ചാരിറ്റിയെ കുറിച്ചുള്ള ഈ ഒരു വീഡിയോ, അതെനിക്ക് ഒട്ടും യോജിച്ച് പോകാൻ കഴിയാത്തൊരു ഇതാണ്. കാരണം വിജയ് എന്താണെന്നോ, വിജയ് അതായത് നമ്മുടെ തമിഴ്നാട് CM എന്താണെന്നോ, അദ്ദേഹം മറ്റുള്ളവർക്ക് വേണ്ടി എന്താണ് ചെയ്യുന്നതെന്നോ, മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് എന്താണെന്നോ, പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് എന്താണെന്നോ, അതായത് മനുഷ്യത്വത്തിന് മാത്രം മുൻഗണന കൊടുക്കുന്ന ആളാണെന്നും
എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും അറിയാം. അപ്പോൾ എൻ്റെ അഭിപ്രായമാണ് കേട്ടോ ഗൈസ് ഞാൻ പറഞ്ഞത്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കമൻ്റ് ആയിട്ട് പറയാട്ടോ. നിങ്ങളുടെ തെറ്റും എൻ്റെ ഭാഗത്തും ചിലപ്പോൾ ശരിയായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കാം, ചിലപ്പോൾ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കും. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും എന്നെ അറിയിക്കണം കേട്ടോ. ഓക്കെ, ബൈ.